നാട്ടിലെങ്ങും പോളിംഗ് ബൂത്തുകൾ സജ്ജമായി. ചുവരെഴുത്തുകൾ മായാതെ നിൽക്കുന്നു. മൈക്ക് അനൗൺസുകൾ കാതുകളിൽ മുഴങ്ങുന്നു. പക്ഷേ അതിനിടയിൽ ഒരു വിഭാഗം വോട്ടർമാരുണ്ട്. ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടും പോളിംഗ് ബൂത്തിലേക്ക് പറന്നെത്താൻ കഴിയാതെ പ്രവാസികൾ. അവരുടെ കഥയാണ് ഇപ്പോൾ ഗൾഫിന്റെ ചൂടിൽ നിന്നും നമ്മുടെ കാതുകളിലേക്ക് എത്തുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടുകൾക്ക് മേൽ ഒരു ഭീമൻ കരിനിഴൽ വീണിരിക്കുന്നു. ഒരു വോട്ട് ചെയ്യാൻ വേണ്ടി 1.5 ലക്ഷത്തോളം രൂപ മുടക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ടാകും? അങ്ങനെ ഒരു ചോദ്യം തന്നെ അസംബന്ധമാണെന്ന് തോന്നാം. പക്ഷേ നമ്മുടെ പ്രവാസികൾക്ക് ഇന്ന് വോട്ട് ചെയ്യുക എന്നാൽ ഏകദേശം ഇത്രയും ഭീമമായ തുക ചെലവഴിക്കുക എന്നതാണ് അർത്ഥം. റിയാദിൽ നിന്ന് വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ അന്തരീക്ഷവും ഒപ്പം ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയർന്നതും ചേർന്ന് ഒരു വലിയ വിഭാഗം പ്രവാസി വോട്ടർമാരെ നാട്ടിലെത്തിക്കുന്നതിൽ നിന്ന് തടഞ്ഞിരിക്കുകയാണ്. വോട്ട് ചെയ്യാനുള്ള ആഗ്രഹം പ്രവാസികളുടെ മനസ്സിൽ ഒരു വികാരം പോലെയാണ്. തങ്ങളുടെ നാടിന്റെ ഭാവി തീരുമാനിക്കുന്നതിൽ ഒരു കൈ പങ്കാളിത്തം വഹിക്കാനുള്ള ആ മോഹം. പക്ഷേ നിലവിൽ ഗൾഫ് മേഖലയിലുള്ള യുദ്ധഭീതി അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. നാട്ടിലേക്ക് പറന്നാൽ തൽക്കാലം ശാന്തമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പെട്ടെന്ന് വഷളാവുകയും തിരിച്ച് തൊഴിലിടങ്ങളിലേക്ക് മടങ്ങാനാവാതെ കുടുങ്ങിപ്പോകുമോ എന്ന ഭയം പലരെയും വല്ലാതെ തളർത്തുന്നുണ്ട്. അതിലും വലിയൊരു കടമ്പയാണ് വിമാന ടിക്കറ്റ് നിരക്കുകൾ. ഒരു സാധാരണ പ്രവാസി തൊഴിലാളിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഇന്നത്തെ ടിക്കറ്റ് നിരക്ക്. ഒരു ഒറ്റ ടിക്കറ്റിന് തന്നെ 85,000-ഓളം രൂപയാണ് പല വിമാന കമ്പനികളും ഈടാക്കുന്നത്. പോയി വരാനുള്ള ചെലവ് 1.5 ലക്ഷം കടക്കുമെന്ന് പറയുമ്പോൾ ഭൂരിഭാഗം പ്രവാസികൾക്കും ഇതും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത സംഖ്യയായി മാറുന്നുണ്ട്.